സാധാരണ രീതിയിൽ ഈ ബീച്ച് കാണാൻ പോകുമ്പോൾ, കടൽ കാണാൻ പോകുമ്പോൾ ചില ആളുകൾ കടൽ കണ്ട് സന്തോഷിച്ച് എത്ര മനോഹരം. ഇപ്പൊ ചില ആളുകളെ ചെറുപ്പകാലത്ത് ആൾക്കാർ പറ്റിക്കും. ദൂരെ കാണുന്ന ഈ ലൈറ്റൊക്കെ വൈകുന്നേരം കാണുമ്പോൾ പറയും അതാണ് ഗൾഫ് എന്ന് പറയും, അതാണ് ഗൾഫ്. അപ്പൊ ഈ ദൂരെ മീൻ പിടിക്കാൻ പോയ ആൾക്കാരുടെ വള്ളങ്ങളിൽ ഉള്ള വെളിച്ചം കണ്ടിട്ട് ആൾക്കാർ പറയും അതാണ് ഗൾഫ്. അപ്പോൾ കൊച്ചു കുട്ടികളായിരിക്കും നമ്മൾ ചിന്തിക്കും അതാണ് ഗൾഫ്. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ ചിലർ മടങ്ങിപ്പോരും. ചില ആൾക്കാർക്ക് അത് പോരാ. ബീച്ചിൽ പോകുന്ന ചിലരുടെ നിർബന്ധമാണ് കാലൊന്ന് നനയ്ക്കണം. വെള്ളം തിരമാലകൾ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ കാലൊന്ന് നനയ്ക്കും. വെള്ളം കൂടുതലായി വന്നാൽ ഓടും, അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും, ഒരു സന്തോഷമാണ്. ചില ആൾക്കാർക്ക് അത് പോരാ. മണൽ കൊണ്ട് അവർ കൊട്ടാരം ഉണ്ടാക്കും, മണൽ കൊണ്ട് വലിയ കുഴി ഉണ്ടാക്കും, മണൽ കൊണ്ട് പ്രതിമയുണ്ടാക്കും, മണൽ കൊണ്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും. ചിലർക്കത് പോരാ. ആ ബീച്ചിൽ കിട്ടുന്ന സർവമാന സാധനങ്ങളും കഴിക്കണം. കപ്പലണ്ടിയും മാങ്ങയും എന്തെല്ലാം അവിടെ കിട്ടുമോ അതെല്ലാം കഴിക്കണം. ഇപ്പൊ ഒരു ദിവസം ബീച്ചിലേക്ക് പോയാൽ ഇതെല്ലാം ആസ്വദിച്ച് കടന്നു പോരുക. ചിലര് ചെറിയൊരു വള്ളം എടുത്ത് കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങും, കുറച്ച് മീൻ പിടിച്ച് മടങ്ങി വരും. ചിലർക്കത് പോരാ. ചിലർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചതുപോലെ കിലോമീറ്ററുകൾ ആഴമുള്ള കടലിന്റെ ആഴങ്ങളിലേക്ക് ചിലർ യാത്ര ചെയ്യും. അതിന്റെ ഉള്ളിൽ നിന്ന് പവിഴങ്ങളും മുത്തുകളും അവർ പെറുക്കിയെടുക്കും. വചനത്തിൽ നിന്ന് നമുക്കിതൊക്കെ ഒന്ന് കണ്ട് കേട്ടു പോകാം, നമുക്കിതൊക്കെ ഒന്ന് ആസ്വദിച്ചു പോകാം. നല്ല പാട്ട്, നല്ല വചനം എല്ലാം നമുക്ക് കണ്ടു കേട്ടു പോകാം. പ്രസംഗിക്കാൻ വേണ്ടിയല്ല, പാഠപുസ്തകത്തിൽ എഴുതാൻ വേണ്ടിയല്ല, ഉപന്യാസം തയ്യാറാക്കാൻ വേണ്ടിയല്ല. ജീവിതത്തിൽ ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത ഏറ്റവും നല്ല വ്യക്തിയെ, ഏറ്റവും നല്ല അനുഭവത്തെ വചനം കേട്ട് തൃപ്തി വന്ന്, വചനം കേട്ട് അനുഗ്രഹിക്കപ്പെട്ട്, വചനം കേട്ട് വിടുതൽ പ്രാപിച്ച്, വചനം കേട്ട് ദൈവപ്രവൃത്തി അനുഭവിച്ച് യേശുവിന്റെ സാക്ഷിയാ അവൻ നല്ലവനെന്ന് രുചിച്ചറിയുക.